തിരുവചനം അമൃതം മധുരതരം ജീവനവേദ്യം സൗഖ്യദായകം. തിരുവചനം അമൃതം മധുരതരം ജീവനവേദ്യം സൗഖ്യദായകം. പ്രാർത്ഥനയോടനുതാപമുടരിൽ അണഞ്ഞിടുന്നോർക്കേകിടുന്നു. പ്രാർത്ഥനയോടനുതാപമുടരിൽ അണഞ്ഞിടുന്നോർക്കേകിടുന്നു. ദൈവവചനം എത്രയോ അമൂല്യമായതാണ്. ദൈവശ്വാസീയമായ തിരുവെഴുത്തുകൾ വാസ്തവത്തിൽ മറ്റുള്ള ഗ്രന്ഥങ്ങളോട് തുലനം ചെയ്യാൻ സാധിക്കാത്തത്ര അമൂല്യമായിട്ടുള്ളതാണ്. ഈ ദൈവശ്വാസീയമായ വചനം എത്രമാത്രം വിലപ്പെട്ടതാണ്, നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് 119 സങ്കീർത്തനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നുണ്ട്. ഈ 119 സങ്കീർത്തനത്തിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവവചനം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 50 വാക്യം ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ഈ ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്. അതുകൊണ്ടാണ് നാം തിരുവെഴുത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത് തന്നെ കാണുന്നത്. ഉദാഹരണമായി ആവർത്തന പുസ്തകം 8 അധ്യായം 3 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മനുഷ്യരൊക്കെ വിചാരിക്കുന്നത് അവൻ്റെ ശരീര വളർച്ചയ്ക്കോ ശരീരപോഷണത്തിനോ ആവശ്യമായ ആഹാരം ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിക്കും എന്നാണ്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത് അങ്ങനെയല്ല. അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കുവാൻ സാധ്യമല്ല. എന്നാൽ അവൻ്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനമാണ്. ആ ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ താൻ 40 രാവും 40 പകലും ഉപവസിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 4 അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അങ്ങനെ 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്: നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക. അപ്പോൾ അതിന് മറുപടിയായി കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. നോക്കുക, ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിന് അനുപേക്ഷണീയമായതത്രേ ദൈവവചനം. എത്രയോ ആളുകൾ, ധനാഢ്യരായിട്ടുള്ള ആളുകളുണ്ട്, ഇഷ്ടം പോലെ സ്വത്തുള്ളവർ. അവർക്കൊക്കെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടമനുസരിച്ച് കഴിക്കുവാനുള്ള ആഹാര സാധനങ്ങൾ, മുന്തിയതരം ആഹാരങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ സന്തോഷമോ സമാധാനമോ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ആശ്വാസമോ ലഭിക്കാതെ, ഒരു നിമിഷനേരം പോലും സന്തോഷമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ധാരാളം ധനാഢ്യന്മാരുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത് നമ്മെ ജീവിപ്പിക്കുന്നത് പണമല്ല, നമ്മെ ജീവിപ്പിക്കുന്നത് ഈ ലോകപ്രകാരമുള്ള ആഹാരമല്ല. അതിനേക്കാൾ ഉപരിയായി ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നു. ഈ ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മറ്റു പുസ്തകങ്ങൾ പോലെയുള്ളതല്ല, പത്രമാസികകൾ പോലെയുള്ളതല്ല.
ഈ ദൈവവചനം വെറുതെ വായിച്ചു വിടാനുള്ളതല്ല. നാം സാധാരണയായി പത്രം വായിക്കാറുണ്ട്, മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്, അത് വായിച്ചു വിടാറുണ്ട്. പക്ഷേ ദൈവവചനം അങ്ങനെ വായിക്കാനുള്ളതല്ല, അത് ധ്യാനിക്കാനുള്ളതാണ്. അത് ധ്യാനിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നതാണ്. കാരണം ഇത് ദൈവശ്വാസീയമായ വചനമാണ്. ഇത് നമ്മോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നതാണ്. നാം എന്താണ് ചെയ്യേണ്ടുന്നതെന്നും നാം എങ്ങനെ ജീവിക്കണമെന്നും നാം മുൻപോട്ട് പോകേണ്ടുന്ന പാത ഏതാണെന്നും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന വചനമാണ് ഈ ദൈവവചനം. അതുകൊണ്ട് ഇത് നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഒരുപാട് ആളുകൾ, ജീവിതത്തിൽ നിരാശ ബാധിച്ചവർ, ലക്ഷ്യബോധമില്ലാതിരുന്നവർ, ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ധാരാളം ആളുകൾ ഈ വചനം വായിച്ചപ്പോൾ ആ വചനം അവരോട് സംസാരിച്ചു. അങ്ങനെ അവരുടെ നിരാശാപൂർണമായ ജീവിതത്തിൽ നിന്ന് അവർ സന്തോഷത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അനേകർ മരണത്തിൽ നിന്ന് വീണ്ടും ജീവങ്കലേക്ക് വന്നു. ഈ ദൈവവചനം എത്രയോ വിലയേറിയതാണ്. ഏതെങ്കിലും നിലയിൽ നാം നിരാശയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം വല്ലാത്ത പ്രയാസത്തിലൂടെയോ ബുദ്ധിമുട്ടിലൂടെയോ നമ്മുടെ ജീവിതത്തിൻ്റെ വൈഷമ്യകരമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നുവെങ്കിൽ ദൈവവചനം ധ്യാനിക്കുക. ആ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അങ്ങനെ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവവചനം, നമ്മെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ജീവിപ്പിക്കുന്ന ദൈവവചനമാണ് ഈ വിലയേറിയ അമൂല്യമായ ദൈവശ്വാസീയമായ വചനം. ഇന്ന് രാവിലെ ഈ വചനം നമ്മെ ഓരോരുത്തരെയും ജീവിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം വായിച്ച വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ നാം കാണുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമായിത്തീരുന്നു എന്നുള്ളതാണ്. ഈ ദൈവവചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് വലിയ ആശ്വാസമായി തീർന്നിരിക്കുന്നു. കഷ്ടതയിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവവചനമാണിത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ നിലയിലുള്ള കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ അടിക്കടി വന്നെന്നിരിക്കാം. എന്നാൽ ആ കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് ദൈവവചനം. എത്ര വലിയ ആശ്വാസമാണ് ഈ ദൈവവചനം നമുക്ക് നൽകുന്നത്. അത് നമ്മോട് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന് നമ്മോട് ഉപദേശിക്കുന്നു. നോക്കുക, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ കഷ്ടതയിൽ നമുക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ദൈവവചനം. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, നമ്മെ ജീവിപ്പിക്കട്ടെ, നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. നമ്മുടെ നിരാശയിൽ, നമ്മുടെ ദുഃഖത്തിലൊക്കെ നമ്മെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ വചനം നമ്മോട് സംസാരിക്കുന്ന, ഇന്നത്തെ ദിവസം എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ ഉപദേശിക്കുന്ന, നമുക്ക് പാത കാണിച്ചു തരുന്ന, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ വചനം ഇന്നത്തെ ദിവസം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മെ പ്രത്യാശിക്കുമാറാക്കട്ടെ, നമ്മെ ജീവിപ്പിക്കട്ടെ. ആ ദൈവവചനത്തിൻ്റെ അരികിലേക്ക് വരുവാൻ ഇന്ന് രാവിലെ ദൈവം നമുക്ക് നൽകിത്തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ അനുഗ്രഹകരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ അവിടുത്തെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അത് ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്ക് ആശ്വാസമായി തീരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഞങ്ങളറിയാതെ ഒരുപാട് തവണ ഞങ്ങൾ നിരാശയിലേക്ക് പോവുകയോ ഞങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനായും
ധൈര്യത്തിനായും പ്രത്യാശയ്ക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അറിയാതെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നാളിതുവരെ ഞങ്ങളെ ജീവിപ്പിച്ചത് അവിടുത്തെ വചനമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ വചനം അവരോട് ഹൃദ്യമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന് ഇന്നത്തേക്ക് ആവശ്യമായതെല്ലാം അവിടുത്തെ വചനത്തിലൂടെ നൽകി അവരെ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, അവരെ ശക്തീകരിക്കണമേ. കർത്താവേ, അവരെ ആശ്വസിപ്പിക്കണമേ. ഇന്നത്തെ ദിവസം ജീവിക്കാൻ ആവശ്യമായതെല്ലാം അവിടുത്തെ വചനത്തിലൂടെ ലഭിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഓരോരുത്തരുടെയും മേൽ വെച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. അമൃതം മധുരതരം ജീവനേറ്റം സൗഖ്യദായകം തിരുവചനം അമൃതം മധുരതരം ജീവനേറ്റം സൗഖ്യദായകം ജഡമായി ഭൂമിൽ ഇറങ്ങിയ വചനം കൃപയും സത്യവും നിറഞ്ഞവനാ ജഡമായി ഭൂമിൽ ഇറങ്ങിയ വചനം കൃപയും സത്യവും നിറഞ്ഞവനാ കാലിനു നല്ലൊരു ദീപമതാ പാതയിൽ പതികനു പ്രകാശമാ കവല എന്നും വഴി നടത്തും കവല എന്നും വഴി നടത്തും തിരുവചനം അമൃതം മധുരതരം